മൈക്രോസോഫ്റ്റ് എക്സൽ ഇറ്റ്സ് സോ ഈസി ടു ലേൺ എന്ന മലയാളം വീഡിയോ സീരീസിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും ഉത്തമം. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ വീഡിയോ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-ാം ഭാഗം മുതൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ഇൻട്രൊഡക്ഷനും അതോടൊപ്പം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുമായിരുന്നു 2-ാമത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നത്. ഇന്ന് ഈ 3-ാമത്തെ പാർട്ടിൽ ബേസിക് ഫോമുലാസിനെ കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. ഇനി ബേസിക് ഫോമുലാസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എക്സലിൽ ഫോമുല 2 രീതിയിൽ ചെയ്യാം. അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് വേണമെങ്കിൽ ഫോമുല ചെയ്യാം, അതുപോലെ ഫങ്ഷൻസ് യൂസ് ചെയ്തും ഫോമുല അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ വേറെ സിമ്പിളായിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് എക്സലിൽ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫോമുല അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാനിവിടെ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ 2. ഞാൻ കുറച്ച് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്പർ 2. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതായത് 1-ാമത്തെ നമ്പറും 2-ാമത്തെ നമ്പറും കൂടെ ആഡ് ചെയ്യാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോമുല ഉപയോഗിച്ചിട്ടായിരിക്കും. എപ്പോഴും ഫോമുല യൂസ് ചെയ്യുമ്പോൾ ഈക്വൽ സിമ്പൽ ഉപയോഗിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഈക്വൽ സിമ്പൽ ഉപയോഗിച്ചതിന് ശേഷം ഈ 45ഉം 10ഉം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എളുപ്പ വഴി ഈക്വൽ പ്രസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ 1 എന്ന് പറയുന്ന 45ൽ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഒരു പ്ലസ് പ്രസ് ചെയ്യുക. അതാണ് പ്ലസ് ആണ് അഡിഷനുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അത് കഴിഞ്ഞ് വീണ്ടും ആരോ കീ ഉപയോഗിച്ചിട്ട് 10ൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ 55 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. അതുപോലെ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈക്വൽ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ എഴുതിയെടുക്കണം. ഫോമുല എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് C5 ആണ്. ഇത് Cയും 5ഉം. C5 പ്ലസ് ഇനി അടുത്ത മൗസ് ഉപയോഗിച്ച് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും മതി. ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈക്വൽ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് 25ൽ കൊണ്ടുവരിക. ഇതിൻ്റെ ഒരു ഉപയോഗം അഡ്രസ്സിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ 25ൽ കൊണ്ടുവന്നു, പ്ലസ് ആഡ് ചെയ്തു, വീണ്ടും 25ൽ അടുത്ത നമ്പറിൽ കൊണ്ടുവന്നു. ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 35 പ്ലസ് 40. ഇനി സബ്ട്രാക്ഷൻ, അതായത് മൈനസ് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്പർ 1ൽ നിന്നും നമ്പർ 2 കുറയ്ക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു പ്രസ് ചെയ്തതിന് ശേഷം നമ്പർ 1ൽ വന്നു, മൈനസ് സിമ്പൽ ഇട്ടു, നമ്പർ 2ൽ കൊണ്ടുവന്നാൽ മതി. 55 മൈനസ് 5, അപ്പോൾ റിസൾട്ട് കിട്ടും. അതുപോലെ അടുത്തത് 25 മൈനസ് 25 0. ഇവിടെ ഒരു വലിയ നമ്പർ ഇടാം. 45 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ 1ൽ നിന്ന് നമ്പർ 2, 35ൽ നിന്നും 45 മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് 10 വന്നു. ഈ രീതിയിൽ ഫോമുല അപ്ലൈ ചെയ്യാം. സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് മൈനസ് സിമ്പലും അഡിഷന് പ്ലസുമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സലിൽ വരുമ്പോൾ അത് സ്റ്റാർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്പർ 1നെ നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ 1ൽ കഴ്സർ കൊണ്ടുവന്നു, ഒരു സ്റ്റാർ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ആരോ കീ ഉപയോഗിച്ചിട്ട് നമ്പർ 2ൽ കൊണ്ടുവന്നു. ഇവിടെ പ്രസ് ചെയ്യാം. നമ്പർ 1 55 ഇൻറ്റു 5, 25 ഇൻറ്റു 25 ഇൻറ്റു 25. ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ട്. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെയാണ്. ഈക്വൽ ടു പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ആരോ കൊണ്ടുവന്ന് നമ്പർ 1ൽ കൊണ്ടുവന്നു. ഡിവിഷൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ലാഷ് ആണ്, ഫോർവേഡ് സ്ലാഷ്. 2-ാമത്തെ നമ്പറിൽ കൊണ്ടുവന്നു, എൻ്റർ പ്രസ് ചെയ്തു, അപ്പോൾ ഡിവിഷനായി. ഇതുപോലെ 55 ഡിവൈഡഡ് ബൈ 5. ഈ രീതിയിൽ ഡിവിഷൻ ചെയ്യാം. ഇനി എക്സ്പൊണൻസിയേഷൻ എന്ന് പറഞ്ഞൊരിതുണ്ട്. എക്സ്പൊണൻറ്റ്, ഒരു നമ്പർ ഉണ്ട് 10 എന്ന് പറഞ്ഞു. 10ന്റെ എക്സ്പൊണന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 10 റേസ്ഡ് ടു 2. അതായത് 10 ഇൻറ്റു 10 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈക്വൽ ടു ഇൻറ്റു ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 100 കിട്ടും. 10 ഇൻറ്റു 10 ഇൻറ്റു 10 വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 10 സ്റ്റാർ, വീണ്ടും അതേ ഇതിൽ കൊണ്ടുവന്ന് സ്റ്റാർ, വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഇങ്ങനെ ഒരു 4 ടൈംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇൻറ്റു ഇങ്ങനെ എത്ര വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാണ് എക്സ്പോണന്റ് എന്ന് പറഞ്ഞൊരു നമ്പർ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കാരറ്റ് സിമ്പിൾ എന്ന് പറയും. ഇതിന് മുകളിലത്തെ ന്യൂമറിക് കീപാഡിലെ 6 ഷിഫ്റ്റ് POC പ്രസ് ചെയ്താൽ കിട്ടും. ഇൻറ്റു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ടൈംസ് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു.
ഇനി ഇതുപോലെ ഇതിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ F2 പ്രസ് ചെയ്തതിന് ശേഷം 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 3 ടൈംസ് പ്രസ് ചെയ്തു. വീണ്ടും F2 പ്രസ് ചെയ്ത് ഞാനൊരു 10 കൊടുത്താൽ ഈ നമ്പറിനെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെയാണ് എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 45 വലിയൊരു നമ്പർ വരും. എക്സ്പൊണൻ്റ് ആകുമ്പോൾ ക്യാരറ്റ് 10 കണ്ടോ, ഇവിടെ വളരെ വലിയ നമ്പറാണ്. അതുകൊണ്ടാണ് അതൊരു നമ്മൾ കാൽക്കുലേറ്ററിൽ കാണുന്ന രീതിയിൽ എക്സ്പൊണൻ്റ് മോഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. വളരെ വലിയ നമ്പർ ആകുമ്പോൾ അത്രയും അത് എക്സൽ ഈ രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഇത്രയും വലിയ കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ മാറി. ഇവിടെ ഫോമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. കണ്ടോ, റിസൾട്ട് മാറുന്നത് കണ്ടോ, 60 റിസൾട്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇവിടെ ഇപ്പം ഞാൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും മാറി. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം, നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സെല്ലിലാണ് ഫോമുല ഉണ്ടോയെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഈ ഒരു വർക്ക്ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോമുല എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോമുല ബാറിൽ നോക്കിയാൽ ഇവിടെ അറിയാം ഫോമുല ഉണ്ട്. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതായത് ഏതൊക്കെ സെല്ലിലാണ് ഫോമുല അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിയ ഒരു വർക്ക്ഷീറ്റിൽ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും ചില സെല്ലുകളിൽ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് അറിയാതെ ഒരു ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പോയാൽ അവിടുത്തെ ഫോമുല അങ്ങ് പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു വർക്ക്ഷീറ്റിൽ ഏതൊക്കെ സെല്ലിലാണ് ഫോമുല ഉണ്ടതെന്ന് അറിയണമെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അത് കൺട്രോൾ ടിൽഡേ എന്ന് പറയും. ടിൽഡേ എന്ന് പറയുന്ന കീ എസ്കേപ്പ് കീയുടെ തൊട്ട് താഴെ, അതായത് ന്യൂമറിക് കീപാഡിൽ ഏറ്റവും ലെഫ്റ്റിലായിട്ടിരിക്കുന്ന ഒരു കീ ആണ്. അത് കീ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിളായിരിക്കും വരുന്നത്. വളരെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ആ സിമ്പിൾ. ഏതൊക്കെ സെല്ലിൽ ഫോമുല ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടിൽഡേ കൊടുത്തു കഴിഞ്ഞാൽ, വെറുതെ ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നിട്ട് കൺട്രോൾ ടിൽഡേ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സെല്ലിലാണ് നമ്മൾ ഫോമുല അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും ഫോമുല വിട്ടുപോയിട്ടുണ്ടോ, ഈ ഭാഗത്ത് ഫോമുല ഇല്ല, അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഫോമുല ചേർക്കാം. ഈ രീതിയിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് എല്ലാം ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് കൺട്രോൾ ടിൽഡേ. അത് നോട്ട് ചെയ്ത് വെക്കുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ടിൽഡേ പ്രസ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതായത് ടോഗിൾ കീ എന്ന് പറയും. ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ കീ പ്രസ് ചെയ്യുമ്പോൾ നോർമൽ സ്റ്റേജിൽ വരും. അപ്പോൾ കൺട്രോൾ ടിൽഡേ വീണ്ടും കൺട്രോൾ ടിൽഡേ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാനിവിടെ ഓരോ പ്രാവശ്യവും ഫോമുല ഇട്ടുകൊണ്ട് പോകുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഫോമുല മാത്രം താഴോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തു. ഇതേ രീതിയിൽ ഇവിടെയും ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ എനിക്കൊരു ടോട്ടൽ എടുക്കണം. ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഇപ്പോൾ പഠിച്ച ഫോമുല അനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്നും പ്രസ് ചെയ്ത് പ്ലസ് പ്രസ് ചെയ്തു, വീണ്ടും രണ്ടാമത്തെ നമ്പർ പ്രസ് ചെയ്തു, മൂന്നാമത്തെ നമ്പർ പ്രസ് ചെയ്തു. കൂടുതൽ നമ്പേഴ്സ് വരുന്നെങ്കിൽ ഈ രീതിയിൽ ആഡ് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതിന് കുറേ ഷോർട്ട് കട്ട് കീസും കുറേ കാര്യങ്ങളുണ്ട്. അത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ഫംഗ്ഷൻ്റെ ഇത് വരുമ്പോൾ അവിടുത്തെ ആ കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ പറയാൻ വന്നത് ഇവിടെ നമ്മൾ ഫോമുല അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. ഇത്രയും ഭാഗത്ത് ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തപ്പോൾ ആ ഭാഗത്തെ കണ്ടന്റ് എറേസ് ആയി. ഇനി ഇവിടെ താഴോട്ട് അതേ ഫോമുല അപ്ലൈ ചെയ്യണമെങ്കിൽ 1-2 മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ ഈ ഫോമുല കോപ്പി ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന ഫിൽ ഹാൻഡിൽ എന്ന് പറയും. ഫിൽ ഹാൻഡിൽ ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് അതേ ഫോമുല എല്ലാം അപ്ലൈ ചെയ്ത് വരും. ഇവിടെ നിന്നിട്ട് ഈ ഫിൽ ഹാൻഡിൽ, ഈ അറ്റത്ത് കാണുന്ന ഈ ഫിൽ ഹാൻഡിൽ, ഇവിടെ ഇതാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഫോമുല താഴോട്ട് അപ്ലൈ ആവും. ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇത്രയും ഡിലീറ്റ് ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറയുന്നത്, രണ്ടാമത്തെ രീതി, ഇതിനെ പ്രസ് ചെയ്ത് ഇതിൽ മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് വലിച്ചാലും മതി. ഇങ്ങനെ വേണമെങ്കിലും ഫോമുല താഴോട്ട് കോപ്പി ചെയ്യാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ കുറച്ച് ഇങ്ങനെ ചെയ്യുന്നതിൽ എളുപ്പമാണെങ്കിലും പക്ഷേ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഇനി അങ്ങോട്ട് വരുമ്പോൾ പറയാം. കാരണം ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ഈ സെല്ലിലെ ഫോമാറ്റും കൂടെ കോപ്പി ആകും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ബോൾഡ് ആയിട്ടിരിക്കുന്നു. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊരു ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഫോമാറ്റും കൂടെ താഴോട്ട് കോപ്പി ചെയ്യും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഫോമാറ്റ് കോപ്പി ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഇത് വേണമെന്നുള്ളവർക്ക് ഇത് ശീലിക്കാം. പക്ഷേ ഇതിനിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് സാധാരണ ചെയ്യുന്നത്, ഞാനിപ്പോൾ കൺട്രോൾ ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയതുപോലെ വന്നു. വീണ്ടും കൺട്രോൾ ഇസഡ് കൊടുത്തു. ഞാൻ സാധാരണ ചെയ്യുന്നത് കൺട്രോൾ സി കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം Alt ESF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോമുല അപ്ലൈ ആവും.
ഫോമുല മാത്രമേ കോപ്പി ആവുന്നുള്ളൂ. എന്നിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. ഇവിടെയും Ctrl+C കൊടുത്തു. എങ്ങോട്ടാണോ ഫോമുല കോപ്പി ചെയ്യേണ്ടത് ആ ഭാഗം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്തു, Alt+ESF കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്തു. ഈ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് എല്ലാം വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കമാൻഡാണ് Alt+ESF കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. Ctrl+C കൊടുക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് യു, ഈ കാണുന്നതാണ് മാർക്ക് യു, ഉറുമ്പ് പോകുന്നത് പോലെ ഇങ്ങനെ കാണുന്ന മാർക്ക്. ഈ മാർക്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കോപ്പി പൊസിഷനിലാണ്, അതിൻ്റെ ക്ലിപ്പ് ബോർഡിൽ അത് കോപ്പി ആയിരിക്കുകയാണ്. ഇനി അവിടെ നിന്നും കൊണ്ട് ഇത് മാറണമെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് പിന്നെ കോപ്പി ചെയ്താൽ ഒന്നും വരില്ല, ഇവിടെ കോപ്പി ചെയ്താൽ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ Ctrl+C കൊടുത്തതിന് ശേഷം താഴെ വന്നു Alt+ESF എന്ന് കൊടുത്താൽ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിയാവും. ഈ രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് രീതി പറഞ്ഞു. ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകിൽ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ Ctrl+Z കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് മൗസും കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മൗസ് ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക, ചില സന്ദർഭങ്ങളിൽ കീബോർഡ്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത്രയും ഫോമുല പഠിച്ചല്ലോ, അതിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. ഇപ്പം നമുക്ക് ടോട്ടൽ ഒരു വണ്ടി ഓടിയ ടോട്ടൽ കിലോമീറ്റേഴ്സ് ട്രാവൽഡ് ഇങ്ങനെ ഒരു ഇതുണ്ട്. അടുത്ത ഇത് നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സാധാരണ എക്സൽ ടൈപ്പ് ചെയ്യുന്നവരെല്ലാം തുടക്കക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ടോട്ടൽ കിലോമീറ്റേഴ്സ് ട്രാവൽഡ് എന്ന് കണ്ടതിന് ശേഷം അത് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യും. 450 കിലോമീറ്റർ ഓടി. നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ എന്ന് പറയുമ്പോൾ അത് ഇവിടെ എടുക്കുന്ന ഒരു 4 അവേഴ്സ് എടുത്ത് അല്ലെങ്കിൽ 6 അവേഴ്സ് എടുത്തെന്ന് വിചാരിക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 450 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 75 കിലോമീറ്റർ സ്പീഡിലാണ് പോയത്. ഇങ്ങനെ എൻട്രി ചെയ്താലുള്ള ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ എല്ലാം ഗ്യാപ്പാണ്. ഇത് പിന്നീട് ഫോമാറ്റ് ചെയ്ത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ലേബൽ എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ കിലോമീറ്റേഴ്സ് ട്രാവൽഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇരിക്കുന്നത് D15 എന്ന് പറയുന്ന സെല്ലിലാണ്. ഇതാണ് D15 ടോട്ടൽ കിലോമീറ്റേഴ്സ് ട്രാവൽഡ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സെല്ലിൽ തന്നെ ആ വാല്യൂ എഴുതണം. ഞാനിപ്പോൾ 450 എന്ന് ഇങ്ങനെ എഴുതി. ഇങ്ങനെ വേണം എഴുതി ശീലിക്കേണ്ടത്. എപ്പോഴും എക്സൽ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കോളത്തിൽ തന്നെ എഴുതാം. അടുത്ത നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ, ഇതുവരെ നീളം ഉണ്ടെന്ന് കരുതി ഇതിൻ്റെ ഇവിടെ കൊണ്ട് എഴുതരുത്. നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ കഴിഞ്ഞിട്ട് ഇവിടെ എഴുതാം 7 അവേഴ്സ് 8 അവേഴ്സ് എടുത്തു. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു കൊടുത്തു 450 ഡിവൈഡഡ് ബൈ 8 56. അപ്പോൾ ഇവിടെ തോന്നും ഈ ടോട്ടൽ കിലോമീറ്റേഴ്സ് എല്ലാം ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇത് ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിന് നമുക്ക് ഒരു ഫോമാറ്റിംഗ് മെത്തേഡ്സ് കുറേ ഉണ്ട്, അത് പഠിക്കും. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് വരും. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ചെയ്ത് ശീലിക്കണം. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഫോമാറ്റിങ്ങിലാണ് ചെയ്യുന്നത്. എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് വരണം എന്നുള്ള കാര്യങ്ങൾ ഫോമാറ്റിംഗ് കമാൻഡ്സ് കുറേ പഠിക്കും, അതിലാണ് ചെയ്യുന്നത്. ഇനി ഫിൽ ഹാൻഡിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ലേബൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഫിൽ ഹാൻഡിലിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ലേബൽ ഒരു ജനുവരി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഫിൽ ഹാൻഡിൽ പിടിച്ചിട്ട് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഡിസംബർ കഴിഞ്ഞ് വീണ്ടും ജനുവരി, ഈ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഞാൻ മൺഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫിൽ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ നീക്കുകയാണെങ്കിൽ അതനുസരിച്ച് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ രീതിയിൽ പോകും. അപ്പോൾ ഇതൊക്കെ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഹെഡിംഗ് ഒക്കെ എൻട്രി ചെയ്ത് പോകണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഈ രീതിയിൽ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇങ്ങനെ സെക്ഷൻ 1 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സെക്ഷൻ 2 ആ രീതിയിൽ അങ്ങ് പോകും. ഇത് വേറൊരു എക്സാമ്പിൾ എഴുതാം. 1999 എന്ന് കൊടുത്തു. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1991, 92 എന്ന് പറയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ന്യൂമറിക്കാണ്. ന്യൂമറിക്ക് ഞാൻ പ്രസ് ചെയ്ത് വെറുതെ ഇങ്ങനെ ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ 111 എന്നേ വരുള്ളൂ. ഒന്നുകിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻക്രിമെൻറ്റ് ആദ്യം ഒന്ന് എക്സലിന് പറഞ്ഞു കൊടുക്കണം. 1, 2, 3 എന്നാണെങ്കിൽ 1ഉം 2ഉം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 5 എന്ന് കൊടുത്തിട്ട് അടുത്തത് 10 എന്ന് കൊടുത്തു. ഇനി ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ 5 ഇൻക്രിമെൻറ്റിലായിരിക്കും അതങ്ങോട്ട് റൈറ്റിലോട്ട് ഫില്ല് ചെയ്ത് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 1 പ്രസ് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർവെൽ പറയണമെന്ന് പറഞ്ഞു. അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ന്യൂമറിക് കേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് 1 പ്രസ് ചെയ്തതിന് ശേഷം
കൺട്രോൾ പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കിയാലും മതി. അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ ഈ രീതിയിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ള വ്യത്യാസം ഇതാണ്. 1 പ്രസ് ചെയ്തിട്ട് വെറുതെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 1 എന്ന് വരും. അതല്ല, 1 പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ കൂടെ പ്രസ് ചെയ്തിട്ടാണ് പ്രസ് ചെയ്യുന്ന ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 എന്ന് പറയും. ഇനി ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ 20/20/2018 ടൈപ്പ് ചെയ്തു. ഈ ഒരു നമ്പർ ഇപ്പുറത്ത് ഇതിന് ഞാൻ സാധാരണ ഞാൻ പറഞ്ഞു കൺട്രോൾ ഷിഫ്റ്റ് # പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ നോക്കി ഡേറ്റ് 20 സെപ്റ്റംബർ ടൈപ്പ് ചെയ്തു. ഇതിൽ നിന്നുകൊണ്ട് ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഈ # വരുന്നത് ആ സെല്ലിനകത്ത് വിസിബിൾ അല്ല എന്നുള്ളതാണ്. ആ കണ്ടന്റ് അതിനകത്ത് കാണും. പക്ഷേ അതിവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് വിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും അതിനകത്ത്. അതിനെല്ലാം വേറെ കമാൻഡ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഈ രീതിയിൽ ഡേറ്റ് പ്രസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഡേറ്റിന് ഞാനൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇത് 20 21 22 ആ രീതിയിൽ പോയി 9/20/2018 എന്ന് കൊടുത്തു. അടുത്ത ഒരു നമ്പർ 10/20/2018 ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് # കൊടുത്തു കഴിഞ്ഞാൽ അത് ഡേറ്റ് ഇപ്പോൾ 20th സെപ്റ്റംബർ 20th ഒക്ടോബർ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലായിരിക്കും അങ്ങോട്ട് വരുന്നത്. 20th സെപ്റ്റംബർ 20th ഒക്ടോബർ 20th നവംബർ 20th ഡിസംബർ ഈ രീതിയിൽ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഈ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ. ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പെട്ടെന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഇത് കൺട്രോൾ A കൊടുത്തു, ഡിലീറ്റ് പ്രസ് ചെയ്തു. ദിസ് ഈസ് എന്ന് കൊടുത്തതിന് ശേഷം ആൾട്ടും എൻ്ററും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം മാറാതെ അടുത്ത ലൈനിൽ വരും. ടെസ്റ്റ് കണ്ടോ ഈ രീതിയിൽ വരും. ഇപ്പോൾ എനിക്കിവിടെ ഒറ്റ സെല്ലിനുള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ ലൈൻ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്തു, കൊയിലോൺ ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്തു, ആലപ്പുഴ ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്തു, അടുത്തത് എറണാകുളം ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്തു, കോഴിക്കോട് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് എൻ്റർ ചെയ്യുന്നതിനാണ് ആൾട്ട് എൻ്റർ കീ ഉപയോഗിക്കുന്നത്. ആ ഒരു കീബോർഡ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് ചില സന്ദർഭങ്ങൾ ഉപയോഗം വരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ റേറ്റ് റുപ്പീസ് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. റേറ്റ് റുപ്പീസ്. അപ്പോൾ അതിന് വേണ്ടി ഒറ്റ കോളത്തിൽ തന്നെ അത് എഴുതാൻ പറ്റും ഈ രീതിയിൽ. ഇത് എത്ര വിട്ട് കൂട്ടിയാലും അതങ്ങനെ തന്നെ നിൽക്കും. കാരണം ഇവിടെ ഒരു ആൾട്ട് എൻ്റർ ഉണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ F2 പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഡിലീറ്റ് പ്രസ് ചെയ്ത് സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ കോളത്തിലാവും. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം എക്സലിൽ ഒന്ന് ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ. ഈ കാണുന്ന സ്ക്രീനും ബാക്കി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കി ഫെമിലിയർ ആയാൽ മാത്രമേ, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്, ഇത് അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നവരെ കാത്തിരിക്കുക.